മനുഷ്യനും മൃഗവും തമ്മിലുള്ള സ്നേഹത്തിന് ഭാഷയുടെയോ നിയമങ്ങളുടെയോ അതിർവരമ്പുകളില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് മോഹൻ. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി ഡോഗ് സ്ക്വാഡിൽ നിന്നും വിരമിച്ച സ്നിഫർ ഡോഗ് നീലി എന്ന ബ്രൂസിനെ അഗതി മന്ദിരത്തിലേക്ക് വിട്ടു നൽകാതെ നിയമ നടപടികൾ പൂർത്തിയാക്കി സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് മോഹൻ സ്വന്തം വീട്ടിലെ അംഗമാക്കിയത്. കാണാം ബ്രൂസിന്റെ പുതിയ താമസ സ്ഥലത്തെ വിശേഷങ്ങൾ. കേരള പോലീസിലെ ആദ്യത്തെ നർക്കോട്ടിക് ഡോഗ് എന്ന ഖ്യാതിയോടെയാണ് ബ്രൂസ് എന്ന ലാബ്രഡോർ വിരമിച്ചത്. 2015 വെറും 3 മാസം പ്രായമുള്ളപ്പോൾ തുടങ്ങിയതാണ് രഞ്ജിത്തും ബ്രൂസും തമ്മിലുള്ള ബന്ധം. ഇടുക്കിയിലെ കൊടുങ്കാടുകളിലും കുമളിയിലെ ലഹരിത്താവളങ്ങളിലും ഇവർ ഒരുമിച്ച് നടത്തിയ വേട്ടകൾ നിരവധിയാണ്. ഡ്യൂട്ടി കഴിഞ്ഞാൽ ക്യാമ്പിലെ കൂട്ടിലുറങ്ങുന്ന ബ്രൂസിനെ പിരിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ രഞ്ജിത്തിന് എന്നും പ്രയാസമായിരുന്നു. ഒടുവിൽ വിരമിക്കൽ കാലമെത്തിയപ്പോൾ അവളെ ഷെൽട്ടർ ഹോമിലേക്ക് അയക്കാൻ ആ മനസ്സ് അനുവദിച്ചില്ല. ബ്രൂസ് കേരള പോലീസിന്റെ ഫസ്റ്റ് നാർക്കോട്ടിക് ഡോഗ് ആണ്. ബ്രൂസിനെ 2015 നമ്മൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് ചെയ്യുന്നത്. 2015 തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. 9 മാസം ട്രെയിനിങ് നമ്മുടെ കേരള പോലീസ് അക്കാദമിയിൽ തൃശ്ശൂർ വെച്ചാണ് ട്രെയിനിങ്. അങ്ങനെ ബ്രൂസിനെ നാർക്കോട്ടിക് ഡോഗ് ആയിട്ട് ട്രെയിൻ ചെയ്തു. അന്നത്തെ ഇടുക്കി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി KV ജോസഫ് സാറിന് പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ബ്രൂസിനെ നാർക്കോട്ടിക് ഡോഗ് ആയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് ഇടുക്കിയിൽ വന്ന് ഒരുപാട് കേസുകൾ പിടിക്കുകയും അങ്ങനെ ഒരുപാട് കേസുകൾ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ 2 തവണ ജില്ലാ പോലീസിനെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുക്കുകയും 2017 19 ബ്രൂസിന് സ്റ്റേറ്റ് മീറ്റിൽ പ്രൈസ് ലഭിക്കുകയും അത് പ്രകാരം ബ്രൂസിന് നാഷണൽ മീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് 2 വർഷം. പിന്നെ 10 വർഷമാണ് പോലീസ് ഡോഗിൻ്റെ സർവീസിൽ കാലാവധി. നമുക്ക് ഡോഗിൻ്റെ ഹെൽത്ത് എല്ലാം ഓക്കെ ആയതുകൊണ്ട് നമുക്ക് 1 വർഷം എക്സ്റ്റൻഷൻ കിട്ടി. അങ്ങനെ ബ്രൂസിന് 11 വയസ്സായി. ഞാൻ റിട്ടയർമെൻറ്റ് സമയത്ത് ഡോഗിനെ കൂടെ കൂട്ടാൻ തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അത് പ്രകാരം നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് വലിയ കാലതാമസമില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സേനയിലെ നായ്ക്കൾ വിരമിച്ചാൽ സാധാരണയായി അവയെ ഷെൽട്ടർ ഹോമുകളിലേക്കാണ് മാറ്റാറുള്ളത്. എന്നാൽ രഞ്ജിത്ത് നടത്തിയ നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക അനുമതി നൽകി. തൊടുപുഴയിലെ രഞ്ജിത്തിന്റെ വീട്ടിലെത്തിയ ബ്രൂസ് ഒരു വിരുന്നുകാരിയല്ല, മറിച്ച് ആ കുടുംബത്തിലെ ഒരംഗമാണ്. രഞ്ജിത്തിന്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും ഒരുപോലെ ബ്രൂസിനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. മനുഷ്യനും മൃഗവും തമ്മിലുള്ള സ്നേഹത്തിന് ഭാഷയുടെയോ നിയമങ്ങളുടെയോ അതിർവരമ്പുകളില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് മോഹൻ. കാക്കിയഴിച്ച ബ്രൂസിന് ഇനി സ്നേഹത്തിന്റെയും കരുതലിന്റെയും വിശ്രമകാലം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.